ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. ഞാനിന്ന് ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് മൊമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കുഴക്കുന്നതാവും നല്ലത്. വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കുഴക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ഒഴിച്ച് അത് കുഴച്ചെടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. പക്ഷേ ഗോതമ്പ് പൊടിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക മൈദപ്പൊടിയാണ്. ഇനി കൈ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനും വേണ്ടത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മൊമോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ശരിക്കുള്ള മൊമോസിൽ സവോളയും അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസൊക്കെ വേവിക്കാതെയാണ് ചേർക്കാറുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും വേറൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഞാനിവിടെ ഒരു 3/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയനും ചേർത്ത് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളിത്തണ്ട് എന്ന് പറയും. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് വാടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കുള്ള മൊമോസിൻ്റെ ഫില്ലിങ്ങിൽ ചിക്കന് വേവിക്കാതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ചേർക്കലാണ്. ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കുഴക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി അത് ഒരു വലിയ ഉരുളകളാക്കിങ്ങാണ്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ അല്പം മൈദയുടെ പൊടിയിട്ട് പരത്തിയെടുക്കുക. എന്നാലേ നമുക്കത് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഷീറ്റ് അധികം കട്ടി പാടില്ല. കട്ടി ഉണ്ടായാലേ മൊമോസ് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് കട്ടിയില്ലാതെ ആണ് വേണ്ടത്. ഇത് പരത്തുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരണമെന്നില്ല. ഞാൻ ആദ്യമൊക്കെ പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പിലല്ലായിരുന്നു വന്നിരുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, കാരണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഓരോ അടപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിലുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തേത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുകാട എന്ന് പറയും. അതിൻ്റെ ആ ഒരു രീതിക്കാണ്. ഒരു സൈഡ് ഇതേപോലെ രണ്ടും കൂടി അറ്റം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു സൈഡിലത്തേത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഞെറിഞ്ഞ് കൊടുത്തിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ആ അറ്റം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക.
ഞാൻ 2 ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷേപ്പാണ്. ഇതൊരു കീയുടെ ഷേപ്പ് പോലെയാണ്. നമ്മൾ ഷീറ്റിൽ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഞെറിഞ്ഞ് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഞെറിഞ്ഞെടുക്കുക. ഇനി ഞെറിഞ്ഞ സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്ത് തള്ളവിരൽ കൊണ്ട് നടുവിലൊന്ന് പ്രസ് ചെയ്യാം. ഈ ഒരു ഷേപ്പിലായിരിക്കും മോമോസ് അധികവും കാണലുണ്ടാവില്ലേ. പിന്നെ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഷേപ്പ് കറക്റ്റായിരുന്നു വരില്ല. എൻ്റെ അതൊന്നും കറക്റ്റായിട്ടില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അങ്ങനെ കറക്റ്റായതാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോ റൗണ്ടിലും നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഇതിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ തടവുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് അത് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഓട്ടപാത്രമോ അങ്ങനെ എന്തെങ്കിലും അതിലും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇത് മൂടി ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സോസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി കാണാം. ബൈ.